ഹായ് കൂട്ടുകാരെ, നമ്മളെ വീടിൻ്റെ പുറകു സൈഡിലായിട്ട് ഒരു പുളിമരം നിൽപ്പുണ്ട്. കണ്ടോ, വലിയൊരു പുളിമരം നിൽപ്പുണ്ട്. അതിൽ ശരിക്കും പുളി ഇവിടെ താഴെ തൊഴിഞ്ഞ് വീണ് കിടക്കുകയാണ്. ഇതാണ് പുളി. ഇത് വാളം പുളി എന്നാണ് പറയണത്. ചിലയിടത്ത് ഇത് കുടംപുളി എന്നും പറയും. നിങ്ങളെ നാട്ടിൽ എന്താണ് പറയണതെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. നമുക്കിതെല്ലാം ഇവിടെ ശരിക്കും ഒന്ന് തൊഴിഞ്ഞ് വീണ് കിടപ്പുണ്ട്. നമുക്കെല്ലാം പെറുക്കി എടുത്തിട്ട് എത്ര ഉണ്ടെന്നുള്ളത് നമുക്കതൊന്ന് നോക്കാം. ചിലതൊക്കെ പൊട്ടിപ്പോയി കേട്ടാ, ചിലതൊക്കെ പൊട്ടി വീണ് കിടക്കാം. നമുക്കെന്നാലും അത് കളയണ്ട, അഴുകിയത് മാത്രം നമുക്ക് കളയാം. ചിലതൊക്കെ ചെറുതായിട്ടൊക്കെ അഴുകി കിടപ്പുണ്ട്. ഇത് മഴ സമയത്തായതുകൊണ്ട് ഉണക്കിയെടുക്കാൻ ഭയങ്കര പാടാണ്. ഇത് അടുപ്പിൻ്റെ മേളിലൊക്കെ വെച്ചാണ് ചിലർ ഉണക്കിയെടുക്കുന്നത്. നമുക്ക് അടുപ്പിൻ്റെ മുകളിലൊക്കെ വെച്ച് ഉണക്കിയെടുക്കാം. നമുക്ക് എത്ര കിട്ടുമെന്നുള്ളതൊക്കെ വലുതുണ്ട് കേട്ടോ, നല്ല വലുതൊക്കെ ഉണ്ട്. ഇതൊക്കെ നല്ല വലുത്, ഇതിനേക്കാളും വലുതാവും. ഇതൊക്കെ നല്ല വലുത്. ഇതിൻ്റെ ഇടയിൽ ചെരുപ്പിട്ടാതെ വന്നതുകൊണ്ടേ ഇതിൻ്റെ ഇടയിലൊക്കെ കയറി നോക്കാൻ വേണ്ടി പാടാണ്. നമുക്കിപ്പോൾ കിട്ടണ എല്ലാം എടുക്കാം. മഴ സമയമുണ്ട്, പാമ്പൊക്കെ ഉണ്ട് ഇവിടെ. ചെറിയ മൂർക്കം പാമ്പ് ഒക്കെ ഇവിടെ ഉണ്ട്. നമുക്കിന്ന് കുത്തിയത് വഴിയിലൊക്കെ കിടന്നു കേട്ടോ. ഇതാണ് പച്ച കളർ. ഇതുണ്ടോ, പച്ച കൊഴിഞ്ഞ് വീണതാണ്. വലുതൊന്നും ഇറങ്ങാത്ത നല്ല വലുത് ഒന്ന് കിട്ടി. എല്ലാം കൂടി ഒരു 2 കിലോ വരും. എല്ലാം കൂടി ഉണങ്ങി വരുമ്പോൾ 2 കിലോ അടുപ്പിച്ച് കിട്ടും. കറുത്ത അട്ടയുണ്ടേ, നമ്പൂതിരി അട്ടയാ, പൊന്നട്ടയാ എന്നൊക്കെ പറയും. ആ അട്ടയൊക്കെ ഉണ്ട് ഇവിടെ. അതെ, നമുക്ക് കിട്ടിയത് ഇത് ഇത്രയും കിട്ടി. നമുക്ക് ഇത്രയും പുളി കിട്ടിയിട്ടുണ്ട്. കണ്ട, ഇതെല്ലാം നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഇതിൽ ഈ കുരുവിനെടുത്ത് കളയും. കുരുവിനെ കളഞ്ഞിട്ട് ഇങ്ങനെ ഇളക്കിയിട്ടാണ് നമ്മളത് ഉണക്കണത്. ഒന്നീ അടുപ്പിൻ്റെ മുകളിലിട്ട് ഉണക്കണം. വെയിലുള്ള സമയമായിരുന്നെങ്കിൽ നമുക്ക് വെയിലത്തിട്ട് ഉണക്കിയെടുത്താൽ മതി. ഇതിപ്പോൾ വെയിലില്ലാത്തതുകൊണ്ട് നമുക്ക് അടുപ്പിൻ്റെ മുകളിൽ തട്ടടിച്ചിട്ട് അങ്ങനെയിട്ട് ഉണക്കിയെടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും ഇന്ന് പറക്കാൻ പറ്റുള്ളൂ. ശരി കൂട്ടുകാരെ, എല്ലാവരും കമൻറ്റ് ചെയ്യണം. എല്ലാവരും ലൈക്ക് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ശരി കൂട്ടുകാരെ, എന്നാൽ